എൻ്റെ ഈ കൂതറ സൗണ്ട് വെച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഒരു രസമില്ല കേൾക്കാൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അല്ലാത്തവരാണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോട്ടാ. യൂട്യൂബ് ക്രിയേറ്റേഴ്സായ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം സൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ ചെയ്യാനും ഭയങ്കര മടിയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ സൗണ്ട് ശരിയില്ല, എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ആവുന്നു. പലരും പറയും ആ റെക്കോർഡ് ചെയ്തത് കേൾക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ചെവി പൊത്തി നിൽക്കാൻ തോന്നുന്നു, അത്രയും കൂടുതൽ വോയിസ് വേറെ എവിടെയും ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വോയിസ് ഈ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, അയ്യോ എന്ത് ദുരന്തമാണ് എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതായി. പിന്നെ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും ആവട്ടെ വീഡിയോ അങ്ങ് ചെയ്യൽ തന്നെ എന്നുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് അവരുടെ സ്വന്തം വോയിസ് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ ഒരു അരോചകം തോന്നുന്നത് എന്ന് ആ വീഡിയോയിൽ. അപ്പോൾ ഞാൻ വെച്ചു അങ്ങനെയൊക്കെ ഉണ്ടാ. എന്നതാണ് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, പല ആളുകളുടെയും പ്രശ്നമാണ്. ഇപ്പം നിങ്ങളുടെയും പ്രശ്നമാണ്. നിങ്ങളിങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾ അതുകൊണ്ടാണോ വോയിസ് ചെയ്യാത്തത് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാത്തത് എന്നുള്ളത്. അത് നമുക്ക് ശരിയാക്കാം. ഈ വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. നമ്മുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതറിഞ്ഞ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്നത് സ്വന്തം വോയിസ്? അതിന് പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, നമ്മൾ ശബ്ദം കേൾക്കുന്ന രണ്ട് രീതികളാണുള്ളത്. ഒന്ന് ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്നതും മറ്റേത് എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന രീതിയാണ് ഈ എയർ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് വായുവിലൂടെ സൗണ്ട് വന്ന് നമ്മൾ ചെവിയിൽ കയറി നമ്മൾ കേൾക്കുന്നു. ഇതാണ് ഒരു രീതി. നമ്മൾ സ്വന്തം സൗണ്ട് ആണെങ്കിലോ, നമ്മൾ സ്വന്തം സൗണ്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ, നമ്മൾ ഈ രണ്ട് രീതിയിലും കേൾക്കും. എപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സംസാരിക്കും, നമ്മൾ ബോൺ കണ്ടക്ഷൻ വരിക, നമ്മുടെ തലച്ചോറിലും ഇവിടേക്കുള്ള ബോൺസിൻ്റെ കണ്ടക്ഷൻ വഴി നേരെ ചെവിയിലെത്തി നമ്മൾ കേൾക്കും നമ്മുടെ സ്വന്തം സൗണ്ട്. ഇത് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ഡിവൈസിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എയർ വഴി കേൾക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള സൗണ്ടുള്ള ബാസും ആ ഗാംഭീര്യവും ഈ എയറിലൂടെ വരുന്നതിന് കിട്ടൂല എന്നാണ് പറയുന്നത്. അന്നേരം എന്ത് ചെയ്യും, നമ്മളത് ഞാൻ ഇത്രയും നല്ല സംഭവമായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഇത് റെക്കോർഡായത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആ ഒരു ഗുമ്മ് ഇതിൽ കിട്ടാനില്ലല്ലോ, എന്ത് പറ്റി എന്ന് തോന്നുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ കാര്യം സിമ്പിളാണ്. എയർ കണ്ടക്ഷനും ഈ ബോൺ കണ്ടക്ഷനൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുത്തത്. നമ്മൾ വിചാരിച്ചെന്തോ നമ്മളെന്തോ പ്രശ്നം കൊണ്ടാണ് നമുക്കിത് ഇഷ്ടപ്പെടാത്തതെന്നല്ല, യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊന്നും ഓക്കെ ആണ്, എൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമാണ്, എന്നാലും എനിക്കെന്തോ പ്രശ്നം എന്ന് പറയുന്നവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ നമ്മൾ സ്വന്തം വോയിസിനെ അനലൈസ് ചെയ്യുന്നത് നമ്മളൊരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേൾക്കലാണ്. പക്ഷെ മറ്റുള്ളവരുടെ വോയിസ് നമ്മൾ അതിലങ്ങനെ നമ്മൾ കാണിക്കില്ല, നമ്മളങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനൊന്നല്ല കേൾക്കുന്നത്. വളരെ നോർമലായിട്ട് അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേൾക്കുക. പക്ഷേ നമ്മുടെ ഓൺ വോയിസ് കേൾക്കുമ്പോൾ ഇതെന്തോ പ്രശ്നമില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ എന്തായാലും പ്രശ്നമുണ്ടാവും. ഒരു കാര്യം ഇത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഒരു ആദ്യമായിട്ടൊക്കെ വോയിസ് ഓവർ കൊടുത്ത് തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം പറയുന്നത്, എൻ്റെയൊക്കെ പ്രശ്നം എന്തായിരുന്നു, ഞാൻ എൻ്റെ പ്രശ്നം കറക്റ്റ് പറഞ്ഞാൽ, ഞാൻ പണ്ട് പഴയ മറ്റേ ചാനലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നിട്ട് എല്ലാവർക്കും നമസ്കാരം, അത് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതിങ്ങനെ പറയും. അതായത് മുഖഭാവം മാറൂല, ഈ സൗണ്ട് ഇങ്ങനെ ഒരൊറ്റ ലെവലിലേ പോവുള്ളൂ. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രശ്നം. സൗണ്ട് എന്ന് പറയുന്നത് വോയിസ് മോഡുലേഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം ഇതൊന്നും പഠിക്കൊന്നും വേണ്ട, ആദ്യം നിങ്ങളെ പറ്റുന്ന പോലെ നിങ്ങൾ വോയിസ് ഇട്ടോ. പിന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ചൊരു ഇത് വരണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറയുമ്പം അതിശയം പറയുമ്പം സൗണ്ട് കൂട്ടി, അല്ലെങ്കിൽ വളരെ എന്താ പറയുക വിഷമമുള്ള കാര്യം പറയുമ്പോൾ സൗണ്ട് കുറച്ച്, ഇങ്ങനെ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റായി. ഈ മോഡുലേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ മോഡുലേഷൻ ഇട്ട് പറയുന്നൊന്നുമല്ല, ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഈ മോഡുലേഷൻ വരും. നിങ്ങളുമായിട്ട് ആ ഒരു കോൺവെർസേഷൻ ആലോചിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പക്ഷെ അത് കുറേ നാളുകൾ കൊണ്ട് ആക്കിയെടുത്തണ്ട, പെട്ടെന്നൊരു ദിവസം വന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റായിക്കൊന്നുമില്ല, ഉറപ്പായിട്ടും പറ്റും, ഒരു സംശയമാണ്. നിങ്ങൾക്ക് ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ല തോന്നുന്നവർ നിങ്ങളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുക, ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് നിങ്ങളുടെ ചാനലാണ് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. നമുക്ക് നോക്കാം എന്ത് മാറ്റം വരുത്തണം, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മാറ്റം വരുത്തിക്കോ. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാവും നോക്കാം. ചെറിയ ചേഞ്ചസ് വേണ്ടി വരുള്ളൂ. എല്ലാവരും
സൂപ്പറായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. കുറേ എണ്ണത്തിനെ പിടിച്ചിട്ട് ഞാൻ ഇതുപോലെ അവതരിപ്പിച്ച് വീഡിയോ ഇടിയിപ്പിച്ചിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് അതൊക്കെ ഒരു കാലം എന്നാണ്. ഈ ചാനലിൽ കഥ പറയാൻ താല്പര്യമുള്ള, അവരുടെ ലൈഫ് സ്റ്റോറി പറയാൻ താല്പര്യമുള്ള ആളുകളെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിച്ചാണ്. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്കും വീഡിയോ ചെയ്യാം, നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതായത് എൻ്റെ ചാനലിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ കഥകൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെയോ അച്ചാച്ചൻ്റെയോ ഉപ്പയുടെയോ ഉമ്മയോ ആരുടെ കഥ വേണമെങ്കിലും അവരെ കൊണ്ട് പറയിപ്പിക്കാം, നിങ്ങൾക്ക് പറയാം. എങ്ങനെയായാലും സ്റ്റോറി ആണ് നമ്മുടെ പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് അത് സംസാരിക്കാൻ വന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ വന്നു മെസ്സേജ് അയച്ചോ. ഞാൻ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് പറഞ്ഞില്ല. പെയ്ഡല്ല, ആദ്യമേ പറയാം, നിങ്ങൾ അതിന് പൈസ ഒന്നും തരേണ്ട. പെയ്ഡല്ല, എല്ലാ സർവീസുകളും നമ്മളങ്ങനെ പെയ്ഡായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് എമൗണ്ട് വാങ്ങുന്നേ ഉള്ളൂ, കോഴ്സുകൾക്കും വാങ്ങുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ വരാൻ നിങ്ങൾ പെയ്ഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വരാം. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് ചെറിയ വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പേടി മാറ്റാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അരോചകത്വം എന്താ പറയുക, ആ സാധനം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും കണ്ടുപോകുന്നവർ. നിങ്ങൾ സബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കും കൊണ്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.